ഈശോയുടെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചും കേട്ടുകൊണ്ടും ദൈവത്തോടുകൂടെ ഒരു ദിവസം തുടങ്ങുവാൻ ദൈവം അവസരം തന്നതിന് കോടാനുകോടി നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 18 അധ്യായം 33 തിരുവചനം. കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. ദൈവമായ കർത്താവ് വലിയൊരു സത്യം, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദരിദ്രനായി ഭിക്ഷക്കാരനായി തീരുന്നത് എന്ന സത്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കയ്യിലൊന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തരുത്. ഇന്ന് നമ്മുടെ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, കയ്യിലൊന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലതും കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കടക്കാരനായും ഭിക്ഷക്കാരനായും മാറുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമുക്ക് തന്ന ഒരു വാണിങ്ങാണ്. ഇങ്ങനെ നീ ചെയ്യരുത്. നമുക്ക് വന്നിരിക്കുന്ന എല്ലാ കുറവുകളും തെറ്റുകളും ഇന്ന് തന്നെ നമുക്ക് തിരുത്തുവാൻ ശ്രമിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമ്പന്നരായി സമ്പത്ത് നൽകി നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം അതിനുവേണ്ടി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്നതിനും ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് നേരുന്നതിനും ഈശോ ഈ അവസരം ഒരുക്കിയതിന് നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.